ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു ബേസിക് സ്കിൻ കെയറിലെ 3 സ്റ്റെപ്സ് എന്ന് പറയുന്നത് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിംഗ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ സെറ്റാഫിൽ എന്ന ബ്രാൻഡിന്റെ ക്ലെൻസർ പിന്നെ മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ സെറ്റാഫിൽ ജനറൽ സ്കിൻ ക്ലെൻസറിനെ കുറിച്ചിട്ട് പറയാം. ഈ ഒരു ക്ലെൻസറിന് ഒരു ക്രീമി ഫോർമുലയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ സ്കിന്ന് അധികം ഡ്രൈ ആവാതെ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്ലെൻസർ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് മിസെല്ലർ ടെക്നോളജി വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ സ്കിന്നിൽ വളരെ ജെന്റിൽ ആയിട്ട് തന്നെ ഈ ഡേർട്സ്, മേക്കപ്പ്, ഇംപ്യൂരിറ്റീസ് ഇതെല്ലാം എഫക്റ്റീവ്ലി റിമൂവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്ലെൻസറിലെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടും വരുന്നത് ഗ്ലിസറിൻ, പിന്നെ നിയാസിനമൈഡ്, പാന്തനോൾ എന്നിവയാണ്. നയാസിനമൈഡ് അല്ലെങ്കിൽ വൈറ്റമിൻ B3 എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വൈറ്റമിൻ ആണ്. നയാസിനമൈഡിന് ഒരുപാട് ആന്റി ഓക്സിഡന്റ്, ഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നയാസിനമൈഡ് സ്കിന്നിലെ മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ എന്ന് പറയുമ്പം അത് നാച്ചുറൽ ആയിട്ടുള്ള വെള്ളത്തിൽ ലയിക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ്. ഗ്ലിസറിൻ നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനൊക്കെ ഉള്ള ഒരു കഴിവുണ്ട്. ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിന് ഒരു ലോങ് ലാസ്റ്റിംഗ് മോയ്സ്ചറൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സ്കിന്നിന്റെ ഡീപ്പ് ലെയറിൽ നിന്ന് വാട്ടർ അട്രാക്ട് ചെയ്ത് നമ്മുടെ സ്കിന്നിന്റെ ടോപ്പ് ലെയറിൽ ലോക്ക് ചെയ്യും. ഇത് നമ്മുടെ സ്കിന്നിന്റെ മോയ്സ്ചർ റിട്ടൈൻ ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ടിരിക്കാനും യൂത്ത്ഫുൾ ആയിട്ടിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് പാന്തനോൾ ആണ്. പാന്തനോൾ എന്ന് പറയുന്നത് വൈറ്റമിൻ B5ന്റെ ഒരു ആക്റ്റീവ് ഫോം ആണ്. ഈ ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയന്റ് നമ്മുടെ സ്കിന്നിന് ഒരു സൂത്തിങ് എഫക്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ ഇതിന് ഒരുപാട് മോയ്സ്ചറൈസിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചർ നിലനിർത്താനും സ്കിന്ന് സോഫ്റ്റ് ആവാനും സ്മൂത്ത് ആവാനും നല്ല റേഡിയന്റ് ആയിട്ടിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ക്ലെൻസറിൽ വരുന്ന മുഴുവൻ ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്യുക. സെറ്റാഫിൽ ജനറൽ സ്കിൻ ക്ലെൻസർ പാരബൻ ഫ്രീ ആണ്, ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, ഓയിൽ ഫ്രീ ആണ്, ഹൈപ്പോഅലർജനിക് ആണ്, പിന്നെ നമ്മുടെ പോഴ്സ് ഒന്നും ക്ലോഗ്ഡ് ആവില്ല, പിന്നെ സ്കിൻ സെൻസിറ്റിവിറ്റിയുടെ 5 സയൻസിനെതിരെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാന്ന് വെച്ചാൽ ഡ്രൈനസ്, ഇറിറ്റേഷൻസ്, റഫ്നെസ്, ടൈറ്റ്നസ്, പിന്നെ വീക്കൻഡ് സ്കിൻ ബാരിയർ, ഇതൊക്കെയാണ്. ഇനി പറയുന്നത് ഈ ഒരു ക്ലെൻസർ ഉപയോഗിക്കേണ്ട രീതിയെ കുറിച്ചിട്ടാണ്. 2 രീതിയിൽ ഫേസ് ക്ലെൻസ് ചെയ്യാം. ഒന്ന് നമുക്ക് വെള്ളം ഉപയോഗിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാണ്ടും ചെയ്യാം. ആദ്യം വെള്ളം ഇല്ലാതെ എങ്ങനെയാണ് ക്ലെൻസ് ചെയ്തെടുക്കുന്നതെന്ന് പറയാം. ചെറിയൊരു എമൗണ്ട് ക്ലെൻസർ എടുത്തിട്ട് നമ്മുടെ സ്കിന്നിൽ ജെന്റ്ലി ഒന്ന് റബ്ബ് ചെയ്യുക. എന്നിട്ട് എക്സസ് ആയിട്ടുള്ളത് ഒരു സോഫ്റ്റ് ക്ലോത്ത് എടുത്തിട്ട് റിമൂവ് ചെയ്യുക. മുഴുവനായിട്ടും ഇത് തുടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു രീതിയിൽ സ്കിന്നിൽ അങ്ങനെ തന്നെ വെക്കാം, കുഴപ്പമില്ല. രണ്ടാമതായിട്ടുള്ള രീതി, നമ്മൾ സാധാരണ ഫേസ് വാഷ് എങ്ങനെയാണ് യൂസ് ചെയ്യാറ് അങ്ങനെ തന്നെ ചെയ്യുക. സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് ജെന്റ്ലി ഒന്ന് റബ്ബ് ചെയ്യുക, പിന്നെ കഴുകിക്കളയുക. ഡ്രൈ ടു നോർമൽ സെൻസിറ്റീവ് സ്കിന്നുകാർക്കാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ പ്രൈസിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 125 ml 399 ആണ് വരുന്നത്. ഓൺലൈനിൽ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിനേക്കാളും കുറവിൽ കിട്ടുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്യാം. ഇനി പറയുന്നത് സെറ്റാഫിൽ മോയ്സ്ചറൈസിംഗ് ക്രീമിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം ഒരു നോൺ ഗ്രീസി ഫോർമുലയാണ്. സെൻസിറ്റീവ് സ്കിന്നിന്റെ ഇംപ്രൂവ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എഫക്റ്റീവ് ഇൻഗ്രീഡിയൻസിന്റെ ഒരു ബ്ലെൻഡ് ഈ ഒരു മോയ്സ്ചറൈസിംഗ് ക്രീമിൽ കാണാൻ പറ്റും. പിന്നെ 48 ഹവേഴ്സ് നമ്മുടെ സ്കിന്നിൽ ഹൈഡ്രേഷൻ ലാസ്റ്റ് ചെയ്യുന്നുള്ളത് ക്ലിനിക്കലി പ്രൂവൻഡ് ആണ്. ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടും വരുന്നത് നയാസിനമൈഡ്, പാന്തനോൾ, ഹൈഡ്രേറ്റിംഗ് ഗ്ലിസറിൻ, പിന്നെ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ എന്നിവയ്ക്കാണ്. നയാസിനമൈഡ് അല്ലെങ്കിൽ വൈറ്റമിൻ B3 എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വൈറ്റമിൻ ആണ്. നയാസിനമൈഡിന് ഒരുപാട് ആന്റി ഓക്സിഡന്റ്, ഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നയാസിനമൈഡ് സ്കിന്നിലെ മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ എന്ന് പറയുമ്പം അത് നാച്ചുറൽ ആയിട്ടുള്ള വെള്ളത്തിൽ ലയിക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ്. ഗ്ലിസറിൻ നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനൊക്കെ ഉള്ള ഒരു കഴിവുണ്ട്. ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിന് ഒരു ലോങ് ലാസ്റ്റിംഗ് മോയ്സ്ചറൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സ്കിന്നിന്റെ ഡീപ്പ് ലെയറിൽ നിന്ന് വാട്ടർ അട്രാക്ട് ചെയ്ത് നമ്മുടെ സ്കിന്നിന്റെ ടോപ്പ് ലെയറിൽ ലോക്ക് ചെയ്യും. ഇത് നമ്മുടെ സ്കിന്നിന്റെ മോയ്സ്ചർ റിട്ടൈൻ ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ടിരിക്കാനും യൂത്ത്ഫുൾ ആയിട്ടിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് പാന്തനോൾ ആണ്. പാന്തനോൾ എന്ന് പറയുന്നത് വൈറ്റമിൻ B5ന്റെ ഒരു ആക്റ്റീവ് ഫോം ആണ്. ഈ ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയന്റ് നമ്മുടെ സ്കിന്നിന് ഒരു സൂത്തിങ് എഫക്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ ഇതിന് ഒരുപാട് മോയ്സ്ചറൈസിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചർ നിലനിർത്താനും സ്കിന്ന് സോഫ്റ്റ് ആവാനും സ്മൂത്ത് ആവാനും നല്ല റേഡിയന്റ് ആയിട്ടിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അടുത്തത് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ആണ്. ആൽമണ്ട്സ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഡ്രൈ ആയിട്ടുള്ള ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്കിന്നൊക്കെ സ്മൂത്ത് ആവാനും സോഫ്റ്റ് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് മോയ്സ്ചറൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ്. ഇതിൽ വൈറ്റമിൻ E അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആന്റി ഓക്സിഡന്റ് എഫക്ട്സും കിട്ടുന്നതാണ്. ഈ ഒരു മോയ്സ്ചറൈസിംഗ് ക്രീമിലെ മുഴുവൻ ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്യുക. സെറ്റാഫിൽ മോയ്സ്ചറൈസിംഗ് ക്രീം ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്, ഹൈപ്പോഅലർജനിക് ആണ്, പോഴ്സ് ഒന്നും ക്ലോഗ്ഡ് ആവില്ല, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, പിന്നെ
സ്കിൻ സെൻസിറ്റിവിറ്റിയുടെ 5 സയൻസിനെതിരെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാന്ന് വെച്ചാൽ ഡ്രൈനെസ്, ഇറിറ്റേഷൻ, റഫ്നെസ്, ടൈറ്റ്നെസ്, വീക്കൻഡ് സ്കിൻ ബാരിയർ എന്നിവയൊക്കെയാണ്. സെറ്റാഫിൽ മോയ്സ്ചറൈസിംഗ് ക്രീമിന്റെ പ്രൈസ് വരുന്നത് 80 ഗ്രാമിന് 599 ആണ്. ഡ്രൈ ടു നോർമൽ സെൻസിറ്റീവ് സ്കിന്നുകാർക്കാണ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. ക്ലെൻസറിന്റെയും മോയ്സ്ചറൈസിംഗ് ക്രീമിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്യുക. ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.